ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ 2 പോസിറ്റീവ് തോന്നിയത്, ഒന്ന് ഈ സിനിമയുടെ വിഎഫ്എക്സ് ആണ്. സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള ഏലിയൻ സബ്ജക്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ സിനിമകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ വിഎഫ്എക്സ് സൈഡ് നമ്മളെ ഭയങ്കരമായിട്ട് ഏലിയനേറ്റ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ആ സിനിമയിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു അകലം ഫീൽ ചെയ്യും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതൊട്ടും ഇല്ല കേട്ടോ. കാരണം വളരെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ഇതിലെ വിഎഫ്എക്സ് കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ നല്ല രീതിയിൽ അഭിനന്ദിക്കേണ്ടതാണ്. നല്ല പൈസ ആ ഒരു ഭാഗത്ത് ചെലവാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് എ ആർ റഹ്മാൻ മ്യൂസിക്കാണ്. കാരണം എ ആർ റഹ്മാന്റെ ആ ഒരു ബിജിഎം കാര്യങ്ങളെല്ലാം ഈ സിനിമേനെ ഭയങ്കരമായിട്ട് ഈ സിനിമക്ക് കൊടുക്കുന്ന ഒരു ഹൈ ഉണ്ട്. അത് സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒരു പോസിറ്റീവ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. വേണമെങ്കിൽ ഈ സബ്ജക്റ്റ് ഇങ്ങനൊരു സിനിമ തമിഴിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം തന്നെയാണ് മൂന്നാമത്തെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു ഭീകര സിനിമയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളിത് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണണം എന്നൊന്നും റെക്കമെൻഡ് ചെയ്യാൻ മാത്രം ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ ഇതിലെ പെർഫോമൻസ് സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. പെർഫോമൻസ് സൈഡിൽ പറയുമ്പോൾ അതിൽ ഒരു നെഗറ്റീവ് ഉള്ളത് ഇതിലെ കോമഡികളാണ്. ഈ നമ്മുടെ യോഗി ബാബുവിൻ്റെയൊക്കെ സ്ഥിരം ഈ ബോഡി ഷെയ്മിങ് തമാശകളുണ്ടല്ലോ, രൂപത്തിനെയും വണ്ണത്തിനെയും ഒക്കെ കളിയാക്കിയുള്ള സ്വയം കളിയാക്കിയുള്ള തമാശകൾ കാര്യങ്ങൾ സെയിം അതൊക്കെ തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴും ഉള്ളത്. അതൊക്കെ ഭയങ്കര അരോചകമായിട്ട് തന്നെ ഫീൽ ചെയ്തു. തിയേറ്ററിൽ പുറകിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കെന്തായാലും ഇതിലെ ഒരു കോമഡിയും കേട്ടിട്ട് ഒരു ചിരിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ചിരിക്കാൻ മാത്രമുള്ള കോമഡി ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് ഒരു നെഗറ്റീവ് പെർഫോമൻസ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ പറയാനുള്ളത്. പിന്നെ ഇതിലെ പാട്ടുകൾ കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പാട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. മൊത്തത്തിൽ ബിജിഎം ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു തന്നെ ഉള്ളൂ. അതും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യന്ത്രന്റെ ബിജിഎം ഒക്കെ ആയിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള സംഭവമൊക്കെയാണ് എടുത്ത് ഇട്ടേക്കുന്നത്. സിനിമയിൽ ടീസ് ചെയ്യുന്നുണ്ട് എന്തിരന്റെ കാര്യമൊക്കെ. അപ്പൊ അതായിരിക്കും അങ്ങനത്തെ ബിജിഎം കാര്യങ്ങളൊക്കെ എ ആർ റഹ്മാൻ ചെയ്തത്. എനിവേ മൊത്തത്തിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ അയലാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നൊന്നും ഞാൻ ഒരു രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിത് ഏതെങ്കിലും മീഡിയത്തിലൂടെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടി ഇല്ലാതെ ഒരു വൺ ടൈം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. എനിവേ താങ്ക് യു സോ മച്ച്.